ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കടലപ്പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുതിർന്ന് വന്നതിന് ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ആ ഒരു പരിപ്പിൻ്റെ മേൽഭാഗത്ത് നിൽക്കുന്ന അത്ര തന്നെ വെള്ളവും മതിയാകും. ഇങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി കുതിർക്കാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതിയാകും. പരിപ്പ് നോക്കുന്ന സമയത്ത് ഇതുപോലെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. എന്നാൽ ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/3 കപ്പ് പാലാണ് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നീട് ചേർത്താൽ മതിയാകും. ഇതുപോലെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇനി ഒരു 5 കോഴിമുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതാണെങ്കിൽ മാത്രം 6 ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ മുട്ട കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഒരു മുട്ടച്ചവ കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് അതങ്ങ് ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല ഫൈനായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക. ഇതുപോലെ മിക്സ് ആക്കി ഇടുന്ന സമയത്ത് ഈ ഒരു ലൂസ് മതി കേട്ടോ. ഒരുപാട് ലൂസ് അല്ലെന്ന് കൂടുതൽ ടൈറ്റും അല്ല, ഇത് കറക്റ്റ് തന്നെയായിരിക്കും. ഇനി പോള റെഡിയാക്കി എടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് വറുത്ത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. ബാക്കി വന്നിട്ടുള്ള ആ ഒരു നെയ്യ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി ചേർത്ത് ഇളക്കി എടുക്കണം. കാരണം ആ ഒരു പരിപ്പൊക്കെ ചിലപ്പോൾ അടിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇളക്കി എടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ മുഴുവനായിട്ട് ആ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു പഴയ തവ അടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ ഒരു അണ്ടിപ്പരിപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ. നേരെ അങ്ങ് വെച്ച് കൊടുത്താൽ എല്ലാം ഉള്ളിലേക്ക് പോകട്ടെ. അപ്പോൾ അത്യാവശ്യം മേൽഭാഗം നല്ലോണം ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ പരിപ്പ് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ട് ഈ സമയത്ത് ഇതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം അതൊരു ടേസ്റ്റാണ്. എന്നിട്ട് ബാക്കി കൂടെ അങ്ങ് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. പിന്നെ തീൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പാനിലെ വ്യത്യാസം കൊണ്ടൊക്കെ ചിലപ്പോൾ 5-10 മിനിറ്റ് അങ്ങോട്ടോ മാറ്റം വരും. അത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്ക്വയർ ടൂത്ത് പിക്കായിട്ട് വെച്ച് ഇങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാവൊന്നും വരാത്ത പോലെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. പിന്നെയും കുറേ സമയം വെച്ച് അടിഭാഗമൊന്നും കരിയിക്കേണ്ട. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ പരിപാടി. ഇത് പിന്നെ ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടെ കഴിക്കുന്നതൊക്കെ കുറച്ചുകൂടി നല്ലത്. ഒന്നങ്ങ് സെറ്റായി കുറച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷം മുറിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ ഒരു മുട്ടയുടെ ചുവ തീരെ പറ്റാത്തവർക്ക് ചിലപ്പോൾ പറ്റില്ല. ചെറുതായിട്ടൊക്കെ ഒരു മുട്ട ചുവ ഉണ്ടാവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല. തണുത്ത് കഴിയുന്ന സമയത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്